So, hello all. Hope everyone is fine today. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷന്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. സോ ഇന്ന് അതിൽ നിന്ന് കുറച്ച് പെൻഡിങ് ഉള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യും. സോ അതിൽ മേജർ ആയിട്ട് വരുന്ന രണ്ട് കാര്യങ്ങളാണ് എന്താണ് ഇൻഡസ്ട്രി, എന്താണ് കൊമേഴ്സ്, അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് മേജർ ആയിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റൈറ്റ്? ഏതൊക്കെയാണ്? ഇൻഡസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് കൊമേഴ്സ് ഉണ്ട്, റൈറ്റ്? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് അവരെന്ത് ചെയ്യുന്നു, അവർ സിമിലർ പ്രൊഡക്റ്റ് സിമിലർ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷനിലെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസിന് നമ്മൾ എന്ത് പറയാം? ഇൻഡസ്ട്രി എന്ന് പറയാം. ഓക്കെ, കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അവിടെ ഒരു പോയിന്റ്, അതിന്റെ കൺസ്യൂമർ എവിടെ ഉണ്ട്, അവിടെ ഒരു പോയിന്റ്. ഈ പോയിന്റിനിടയിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും, മേജർ ആയിട്ടുള്ള എല്ലാ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ മൊത്തത്തില് കൊമേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഇൻഡസ്ട്രിയെ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ബ്രീഫ് ആയിട്ട് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇൻഡസ്ട്രി മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് യൂഷ്വലി സ്പെഷ്യലൈസിങ് ഇൻ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈൻ. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതായത് ഇപ്പം ഒരു ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, ഓക്കെ, അവരെന്താണ്, അവർക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ലൈൻ ഉണ്ട്. അതാണ് എന്ത്, നമ്മുടെ ഇപ്പം ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ഓക്കെ, ബ്യൂട്ടി സോപ്പ് ഉണ്ട്, സ്കിൻ കെയർ പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ ഈ ഫേഷ്യൽ ക്രീമുകളിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്, ഓരോ പ്രൊഡക്റ്റ് ലൈനാണ്. ഇനി പ്രൊഡക്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇതിന്റെ കൂടെ അതും കൂടി നിങ്ങൾ മനസ്സിലായിക്കോ. പ്രൊഡക്റ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂത്ത് ബ്രഷിൽ തന്നെ ഒരുപാട് ടൂത്ത് ബ്രഷ് ഉണ്ടാവും, ക്ലോസപ്പ് ഉണ്ടാവും, കോൾഗേറ്റ് ഉണ്ടാവും, അല്ലെ? അങ്ങനെ ഡിഫറെന്റ് മോഡൽസ് തന്നെ ആ ഒരു ടൂത്ത് പേസ്റ്റിന്റെ പ്രൊഡക്റ്റ് ലൈനിൽ തന്നെ ഒരുപാട് ഉണ്ടാവും. ആ ഒരു പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ, പ്രൊഡക്റ്റ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വീതി, വിഡ്ത്ത് ഒരു വീതിയാണല്ലോ. അതായത് ഒരു പേസ്റ്റ് അല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേസ്റ്റ് അവർ എന്ത് ചെയ്യും, അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മള് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് കോൾഗേറ്റ് വാങ്ങും, ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഒരു യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും, ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മടുത്തു, കോൾഗേറ്റ് മടുത്തു, ക്ലോസപ്പ് ആവാം. ടഫിന് ഇതിൽ നടക്കുന്ന സംഭവം എന്താ അറിയോ? ഇതിന്റെ പ്രോഫിറ്റ് ഒക്കെ പോകുന്ന ഒരാൾക്ക് ഡയറക്റ്റ് ഒരു കമ്പനിയിലേക്കാണ്. കോൾഗേറ്റ് വാങ്ങിച്ചാലും പിന്നെ ക്ലോസപ്പ് വാങ്ങിച്ചാലും അങ്ങനെ മേജർ ആയിട്ട് ടൂത്ത് പേസ്റ്റ് ഒക്കെ എന്താണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിന്റെ പ്രൊഡക്ട്സ് ആണ്. സോ അവിടത്തേക്കാണ് പ്രോഫിറ്റ് പോകും. സോ അതാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു സ്പെസിഫിക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലൈനിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ നമ്മൾ എന്ത് പറയാം, ഇൻഡസ്ട്രി എന്ന് പറയും. ഓക്കെ, ഇപ്പം കാർ എന്നൊരു പ്രൊഡക്റ്റ് ലൈൻ ആണ്, റൈറ്റ്? കാറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. മാരുതി സുസുക്കി ഉണ്ട്, കിയ ഉണ്ട്, ഹ്യുണ്ടായി ഉണ്ട്, സ്കോഡ ഉണ്ട്. ഓക്കെ, സോ ഇവരൊക്കെ കംപ്രഹെൻസീവ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഇതൊക്കെ എന്താണ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആണ്, അല്ലെ? അവരൊരു പ്രൊഡക്റ്റ് ലൈനിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഓൾ ദി ഫാക്ടറീസ് വിച്ച് പ്രൊഡ്യൂസസ് ഫെർട്ടിലൈസർ ആർ കളക്റ്റീവ്ലി കോൾഡ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. ഒരു ഫെർട്ടിലൈസറിൽ ഫോക്കസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി എന്ന് പറയും. സിമിലർലി ഓൾ ഓട്ടോമൊബൈൽ ഫാക്ടറീസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. സോ എന്താണ് ഇൻഡസ്ട്രി? ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് യൂഷ്വലി സ്പെഷ്യലൈസിംഗ് ഇൻ എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈൻ, അവരാണ് നമ്മൾ എന്ത് പറയാം, ഇൻഡസ്ട്രി എന്ന് പറയും. ഓക്കെ, സോ അതിന്റെ ഒരു കുറച്ച് ഒരു ഫീച്ചർ എന്നുള്ളത്, അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാം. ഇൻഡസ്ട്രിയുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ പറയുന്നത്. ഇൻഡസ്ട്രി റെഫേഴ്സ് ടു ദാറ്റ് പാർട്ട് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ഓഫ് വൺ സാറ്റിസ്ഫൈങ് ഗുഡ്സ് ത്രൂ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ മെറ്റീരിയൽ റിസോഴ്സസ്. അതായത് അവൈലബിൾ മെറ്റീരിയൽ റിസോഴ്സസ്, അവരുടെ കയ്യിലുള്ള, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് ജനങ്ങളുടെ വാണ്ട് സാറ്റിസ്ഫൈ, അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുക. ആ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ആര് ചെയ്യുന്നത്, ഇൻഡസ്ട്രി ചെയ്യുന്നത്. സോ അവർ ഫോക്കസ് ചെയ്ത് എന്താണ്, ദേ ആർ കൺസേൺഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ഓഫ്, എന്തോ ഒരു പ്രൊഡക്ഷനിൽ അവർ കൺസേൺഡ് ആണ്. ഏത് പ്രൊഡക്ഷൻ ആണ്? വാണ്ട് സാറ്റിസ്ഫൈങ് ഗുഡ്സ്, ജനങ്ങൾക്ക്, സമൂഹത്തിന്, നമ്മുടെ എക്കണോമിക് ആവശ്യമുള്ള എന്തോ ഒരു വാണ്ടിന്, ആ ഒരു വാണ്ടിന് അനുകൂലമായിട്ട് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിലാണ് അവരുടെ പ്രൊഡക്ഷനിൽ ഫോക്കസ്ഡ് ആണ്. അതുപോലെ തന്നെ അവരെന്താണ്, യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ മെറ്റീരിയൽ റിസോഴ്സസ് ആണ്. അവരെന്താണ്, അവൈലബിൾ മെറ്റീരിയൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഈ വാണ്ട് സാറ്റിസ്ഫൈങ് ഗുഡ്സ് അവർ പ്രൊഡക്ഷൻ നടത്തുന്നത്. Okay, industry utilizes the natural resources and bring them into the form useful for a final consumption or further use. Industry പൊതുവെ എന്ത് ചെയ്യും, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എന്ത് ചെയ്യും, അവർ യൂസ് ചെയ്യും. നമ്മുടെ നാച്ചുറലി നമ്മുടെ
നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് റിസോഴ്സുകൾ ഉണ്ടല്ലേ, അതൊക്കെ യൂസ് ചെയ്യാൻ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും, അതൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ ആ ഒരു സ്പെസിഫിക് സാധനത്തിനെ ഒരു എന്തൊക്കെയോ ചെയ്തിട്ട് അതിന്റെ ഒരു ഫൈനൽ കൺസംഷനിലേക്ക് എന്ത് ചെയ്യും, അവർ മാറ്റും ഇൻഡസ്ട്രീസ്. ഓക്കെ, it means that the industrial activity aims at ensuring the supply of goods in that form which suit the object's needs and convenience of the person expected to use them. അതായത് നമ്മുടെ ഇൻഡസ്ട്രീസ് എന്താണ് അവരെപ്പോഴും എയിം ചെയ്യേണ്ടതെന്ന് അറിയോ, ലൈക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ ദാറ്റ് ഫോം വിച്ച് suits the object's needs and convenience of person expect to use them. അതായത് നമ്മുടെ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത് യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ ഒബ്ജക്റ്റിനനുസരിച്ചിട്ട്, അവരുടെ നീഡിനനുസരിച്ചിട്ട്, അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് ഈ ഇൻഡസ്ട്രീസ് ഒക്കെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഇൻഡസ്ട്രീസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി മേജർ ആയിട്ട് നമ്മൾ പല തരത്തിലുണ്ട്. ഒന്ന് നേച്ചർ ഓഫ് ആക്ടിവിറ്റിയുടെ ബേസിസിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ജനറ്റിക് ഇൻഡസ്ട്രീസ് ഉണ്ട്, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ നാച്ചറിന്റെ ബേസിസിൽ രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. കൺസ്യൂമർ ഗുഡ്സ് ഇൻഡസ്ട്രീസും ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഗുഡ്സ് ഇൻഡസ്ട്രീസും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിൽ രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, ഹെവി ഇൻഡസ്ട്രീസും ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇനി സൈസ് ഓഫ് ദ ആക്ടിവിറ്റിയുടെ ബേസിസിൽ രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. സോ ഇതാണ് മേജർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇൻഡസ്ട്രീസിന്റെ. അതിൽ തന്നെ ഇനി നമുക്ക് നാച്ചർ ഓഫ് ആക്ടിവിറ്റീസിന്റെ ബേസിലുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അതിലൊന്നാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ്. സോ ആ പേരിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതെന്തോ ഒരു എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, എന്തിൽ നിന്ന് എന്തൊക്കെയോ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, സോ ആക്ടിവിറ്റീസ് എൻഗേജ്ഡ് ഇൻ ദ ഡിസ്കവറി ആൻഡ് എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അല്ലെ നാച്ചുറൽ റിസോഴ്സസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് ആണ് ഇവർ. ലൈക്ക് മിനറൽസ്, ഓക്കെ, ആനിമൽസ്, മൃഗങ്ങൾ നമ്മൾ വേട്ടയാടി അവരിൽ നിന്ന് അവരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരുടെ നമ്മളിപ്പം ലെതർ അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഈ ക്രോക്കോഡൈൽസിന്റെയും പിന്നെ അതുപോലെ തന്നെ പാമ്പിന്റെ ഒക്കെ ഈ സ്കിന്നിൽ നിന്ന് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. സോ അങ്ങനെ അതൊരു കൈൻഡ് ഓഫ് എന്താണ് ആക്ടിവിറ്റീസ് ആണ്. സോ അതുപോലെ തന്നെ പ്ലാന്റ്, മരങ്ങൾ, അതിൽ നിന്നുണ്ടാക്കുന്ന ഒരുപാട് ബിസിനസ്, പിന്നെ അതുപോലെ തന്നെ ട്രീസ് അതിന്റെ ബേസിൽ ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ ഒരുപാട് തരത്തിൽ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിസ്കവർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്ത് പറയും, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയും. ഇതൊക്കെ എന്താണ്, ഫ്രം ദി സർഫേസ് ഓർ ബിനീത്ത് ദ സർഫേസ് ഓഫ് ദി എർത്ത്. ഓക്കെ, അതായത് ഭൂമിയുടെ സർഫേസിൽ നിന്നോ അല്ലെങ്കിൽ അടിയിൽ നിന്നോ, ബിനീത്ത് ദ സർഫേസ് ഓഫ് ദ എർത്ത് നിന്നോ, അല്ലെങ്കിൽ എയറിൽ നിന്നോ, വായുവിൽ നിന്നോ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നോ, ഇതൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇൻഡസ്ട്രീസിന്റെ ഒരു മേഖലയാണ്. ഓക്കെ, ഇനി എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ആർ ഓൾസോ കോൾഡ് എക്സ്ഹോസ്റ്റീവ് ഇൻഡസ്ട്രീസ്. ഓക്കെ, because with every attempt there is a depletion of resources and this is wealth exhaust. അതായത് അവരുടെ ഒരു എക്സ്ഹോസ്റ്റീവ് ഇൻഡസ്ട്രീസ് എന്നും കൂടി ഇവരെ അറിയപ്പെടും. കാരണം ഓരോ റിസോഴ്സസിനെ ഡിപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഒരു വെൽത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അക്വയർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ എന്ത് പറയും, അതിനെ നമ്മളെ എക്സ്ഹോസ്റ്റീവ് ഇൻഡസ്ട്രീസ് നമ്മൾ പറയും. ഓക്കെ, മൈനിങ്, ഫാമിംഗ്, ക്വാറി, ഹണ്ടിങ്, ഫിഷിംഗ് എക്സെട്ര ഇതൊക്കെ എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, ഇനി ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ എന്തോ ജീൻസുകൾ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജനറ്റിക് മാനിപ്പുലേഷൻ നടത്തിയിട്ട് നമ്മളൊരു അതിൽ നിന്ന് ഒരു ബിസിനസ് ആക്ടിവിറ്റീസിൽ കൺസേൺ ആകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനാണ് നമ്മൾ എന്താ പറയാ, ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. Okay, so activities which are concerned with reproducing and multiplying plants and animals with the objective of turning profit. Okay, അതായത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഏതിലൊക്കെ, പ്ലാന്റ്സിലും ആനിമൽസിലും റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ മൾട്ടിപ്ലൈയും അതുപോലുള്ള ആക്ടിവിറ്റീസിൽ കൺസേൺ ആകുന്ന with the objective of turning profit, ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഫ്രം ദിയർ സെയിൽ കം അണ്ടർ ദിസ് കാറ്റഗറി. ഓക്കെ, അവർക്ക് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇൻഡസ്ട്രീസ് ആണ്. അതായത് റീപ്രൊഡക്ഷനും മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏതിനൊക്കെ മുകളിൽ, പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും മുകളിൽ. ഓക്കെ, വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ടേണിംഗ് പ്രോഫിറ്റ്. ഓക്കെ, ആ ഒരു ഒബ്ജക്റ്റീവോട് കൂടി ചെയ്യുന്ന ഇൻഡസ്ട്രീസിനാണ് നമ്മൾ ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. Okay, in examples are nurseries which multiply and sell plants, poultry farms, cattle breeding farms, fish culture, etc. അതായത്
നമ്മുടെ നഴ്സറീസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്ലാന്റ്സ്, നമ്മളെ ചെടികളൊക്കെ വിൽക്കുന്ന ഒരുപാട് നഴ്സറി നാട്ടിലൊക്കെ ഉണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ പോൾട്രി ഫാംസ്, കാറ്റൽ ബ്രീഡിംഗ് ഫാംസ്, ഫിഷ് കൾച്ചർ എക്സെട്ര. ഇതുപോലുള്ള ഇൻഡസ്ട്രീസിനൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവും. നല്ലൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പല മേഖലയിൽ നിന്നും ഇവർക്ക് എന്ത് ചെയ്യും, ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് യു ഡെഫിനറ്റ്ലി ഷുഡ് ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് യെസ്, ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റിലേക്ക് ഒരുപാട് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് അറിയാലോ. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നമ്മൾ ആ ഒരു പേര് വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ്. റോ മെറ്റീരിയൽസ് എന്തൊക്കെയോ പ്രോസസ്സ് നടത്തി ഒരു ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റുന്ന പ്രോസസ്സിന് നമ്മൾ എന്ന് പറയാം മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയാം. സോ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്ത് പറയാം, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. Okay, so these type of industries are engaged in the conversion of or transformation of raw materials and semi-finished materials to finished products. അല്ലെ, റോ മെറ്റീരിയൽസിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്ത് പറയാം, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയാം. Okay, generally the products of extractive industries become raw materials for manufacturing industries. അതായത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് നമ്മൾ എന്തോ കാര്യം എക്സ്ട്രാക്ട് ചെയ്തില്ലേ, അത് ചിലപ്പം ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലെ റോ മെറ്റീരിയൽ ആയിട്ട് മാറും. ഉദാഹരണത്തിന് മാർബിൾ നമ്മൾ എന്ത് ചെയ്യും ഭൂമിയിൽ നിന്ന് നമ്മൾ ആ ക്വാറി വഴി നമ്മൾ കുഴിച്ചെടുക്കും. സോ അതെന്താണ്, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണ്. ഈ മാർബിളിന്റെ ഒരു വലിയ പീസ് എന്ത് ചെയ്യും, ഒരു വലിയൊരു മാർബിൾ സെല് ചെയ്യുന്ന ഒരു കമ്പനി ആ വലിയൊരു പീസ് വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യും, ഈ ഒരു വലിയ മാർബിൾ പീസിനെ കട്ട് ചെയ്തിട്ട് നമ്മളെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഷേപ്പ് ചെയ്തിട്ട് കൊണ്ടുവരും. സോ അവരെന്താണ്, അതിന്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് നിന്ന് എടുത്തിട്ടുള്ള സാധനമാണ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലെ റോ മെറ്റീരിയൽസ് വരുന്നത്. സോ അതാണ് നിങ്ങൾ അതിൽ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ്. നെക്സ്റ്റ് വരുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. അതായത് എന്താണ്, കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അവരെ നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയും. Okay, so these industries are engaged in the construction activities like the construction of buildings, bridges, dams, roads, canal, railway lines, etc. ബിൽഡിംഗ്, അതുപോലെ ബ്രിഡ്ജ്, ഡാം, റോഡ്, കനാൽ, റെയിൽവേ ലൈൻ, ഇതുപോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്ടറീസ് ഉണ്ടാവും. അവരെ നമ്മൾ എന്ത് പറയാം, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറയാം. ഓക്കെ, ദീസ് ഇൻഡസ്ട്രീസ് കൺസ്യൂം ദി പ്രൊഡക്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇവരാണെന്ത്, ഈ ഇൻഡസ്ട്രീസ് ഒക്കെ എന്താണ്, ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിന്റെ പ്രൊഡക്ട്സ് ഇവരാണ് എന്ത് ചെയ്യുക, കൺസ്യൂം ചെയ്യുക. ഓക്കെ, ഇപ്പം ഈ സിമെന്റ്, ഈ നമ്മുടെ ഈ സ്റ്റീൽ, കമ്പി, അതുപോലെ തന്നെ അതിന് ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഇവരെന്ത് ചെയ്യും, ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് നമുക്ക് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. സോ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി നമ്മൾ മുന്നേ പറഞ്ഞു. സോ ഇനി വരുന്നത് എന്താണ്, കൊമേഴ്സ്. ഓക്കെ, സോ എന്താണ് കൊമേഴ്സ്? ഓൾ ദ ആക്ടിവിറ്റീസ് വിച്ച് എസ്റ്റാബ്ലിഷ് എ ലിങ്ക് ബിറ്റ്വീൻ ദി പ്രൊഡ്യൂസർ ഓഫ് ഗുഡ്സ് ആൻഡ് കൺസ്യൂമർ ഓഫ് ദീസ് ഗുഡ്സ് ആൻഡ് മെയിൻറ്റെയിൻ എ സ്മൂത്ത് ആൻഡ് അൺഇന്ററപ്റ്റഡ് ഫ്ലോ ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ദം കംസ് അണ്ടർ ദി കൊമേഴ്സ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തൊരു പോയിന്റ് ഇവിടെ ഉണ്ടാവും. ഇവിടെ എന്ത് ചെയ്യും, അത് കൺസ്യൂമർ ഉണ്ടാവും. ഇവര് തമ്മിൽ നടുക്ക് വരുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലെ. ഈ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഈ കൺസ്യൂമറിൽ നിന്ന് പ്രൊഡ്യൂസറിൽ നിന്ന് ഈ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിലാണ് വരിക. ഓക്കെ, സോ ഈ രണ്ട് പോയിന്റിനിടയിൽ ഉണ്ടാകുന്ന മേജർ ആയിട്ടുള്ള 4 പ്രശ്നങ്ങളുണ്ട്. അത് ഒന്ന് പേഴ്സൺ, ഒന്ന് നോളജ്, പിന്നെ വരുന്നത് ടൈം, പിന്നെ വരുന്നത് പ്ലേസ്. ഇതെങ്ങനെയാണ് നമുക്കിത് മറികടക്കാം, കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ 4 പ്രശ്നങ്ങൾ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് അറിയാം, ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് എന്ന് പറയുന്നത് സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആണ്. നമ്മൾ സെല് ചെയ്യാം, അത് വിൽക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ചെയ്യാം, with exchange of goods and services with the intention of earning profit earn ചെയ്യുന്ന ഇന്റൻഷനോട് കൂടി നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുമ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയാം, ട്രേഡ് എന്ന് പറയാം. Okay, the objective of the trade is to make goods available to those persons who need them and are willing to pay for them. Okay, so ഒരു ട്രേഡിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഗുഡ്സ് അവൈലബിൾ ടു ദോസ് പേഴ്സൺസ്, ആർക്കൊക്കെ, ഹൂ നീഡ് ദം, ആർക്കൊക്കെയാണ് ഈ പ്രൊഡക്റ്റ് ആവശ്യം, അതുപോലെ തന്നെ ആരൊക്കെ ഇതിന് പേ ചെയ്യാൻ വില്ലിംഗ് ആണ്, അവരിലേക്ക് ഈ സാധനം എത്തിക്കാം. അതാണ് ഒരു ട്രേഡിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ,
Thus, trade plays a major role in establishing contact between the producer and consumer and eliminate the hindrance of person. Trade എന്നുള്ളത് hindrance of person എന്നുള്ള ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടി, അതായത് ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് ഒരു കൺസ്യൂമറിലേക്ക് എത്തുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതിന്റെ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ഒരു പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ഹിൻഡ്രൻസ് ഉണ്ട്, അത് മറികടക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, ട്രേഡ് സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ഇന്റേണൽ ട്രേഡ്. എന്താണ് ഇന്റേണൽ ട്രേഡ്? അതായത് ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി ലൈനിന്റെ ഉള്ളിൽ നടക്കുന്ന സെയിൽ, ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച്, അതൊക്കെ എന്താണ്, ഇന്റേണൽ ട്രേഡ് ആണ്. ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരു സാധനം ഡൽഹിയിലേക്ക് നമ്മൾ സാധനം വിൽക്കുകയാണ്, ഡൽഹിയിൽ നിന്ന് ഒരു സാധനം തമിഴ്നാട്ടിലേക്ക് വരികയാണ്, മണിപ്പൂരിൽ നിന്ന് ഒരു സാധനം ഗുജറാത്തിലേക്ക് പോകും. അങ്ങനെ ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് നടക്കുന്ന എല്ലാ ട്രേഡ് ആക്ടിവിറ്റീസും നമ്മൾ എന്താ പറയാ, ഇന്റേണൽ ട്രേഡ് എന്ന് പറയാം. ഓക്കെ, so ഇവിടെ definition നോക്കാം. When the trade takes place within the boundaries of the country, you can call it internal trade, right? It means that both buying and selling should take place within the country. അല്ലെ, വാങ്ങുന്ന ആളും വിൽക്കുന്നതും, ആ വാങ്ങുന്ന ആക്ടിവിറ്റിയും വിൽക്കുന്ന ആക്ടിവിറ്റിയും ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി ലൈനിന്റെ ഉള്ളിൽ നിന്നാണ് നടക്കുക. ഓക്കെ, പേയ്മെന്റ് ഫോർ ദ സെയിം ഈസ് ജനറലി മെയ്ഡ് ഇൻ നാഷണൽ കറൻസി. ഇതിന്റെ പേയ്മെന്റ് ഒക്കെ എന്താണ്, ഒരു നാഷണൽ കറൻസിയിലാണ് ഇതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുക. റൈറ്റ്, ഇപ്പൊ ഇന്ത്യൻ റുപ്പിയിലല്ല, നമ്മൾ ഇവിടുന്ന് ഡൽഹി കൊടുത്താൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലൊക്കെ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് നടത്തുക. ഇനിയിപ്പോ ഇന്റർനാഷണൽ ആകുമ്പോൾ ചിലപ്പോൾ അത് വേറെ വേറെ കറൻസിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് നമ്മൾ നടത്തുക. ഓക്കെ, ദിസ് ഇന്റേണൽ ട്രേഡ് ഈസ് ഓൾസോ ടേംഡ് ആസ് ഇൻലാൻഡ് ട്രേഡ്. ഇന്റേണൽ ട്രേഡ് നമുക്ക് എന്തൊക്കെ വിളിക്കാം, ഇൻലാൻഡ് ട്രേഡ് എന്ന് വിളിക്കാം, നാഷണൽ ട്രേഡ് എന്ന് വിളിക്കാം, ഹോം ട്രേഡ് എന്ന് വിളിക്കാം, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇതാണ് മേജർ ആയിട്ടുള്ള ഇന്റേണൽ ട്രേഡിന്റെ വേറെ കുറച്ച് പേരുകൾ. ഓക്കെ, ഇനി ഓൺ ദ ബേസിസ് ഓഫ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ വി ക്യാൻ ക്ലാസിഫൈ ഇന്റേണൽ ട്രേഡ് ടു ഹോൾസെയിൽ ട്രേഡും അതുപോലെ തന്നെ റീറ്റെയിൽ ട്രേഡും. അതാണ് മേജർ ആയിട്ടുള്ള ട്രേഡിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് അല്ലെ. ഹോൾസെയിൽ അറിയാമല്ലോ, ബൾക്ക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി വാങ്ങിയിട്ട് അത് ആളുകളിലേക്ക് ബൾക്കായിട്ട് വിൽക്കുന്നത് നമ്മൾ ഹോൾസെയിൽ എന്ന് പറയാം. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ട് ചെറിയ രീതിയിൽ ആളുകൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ട്രേഡ് നമ്മൾ എന്താ പറയാ, റീറ്റെയിൽ ട്രേഡ് എന്ന് പറയാം. ഓക്കെ, so wholesale trade എന്ന് പറയുമ്പോൾ എന്താണ്, buying and selling in relatively larger quantities is called wholesale trade. Okay, a person who is involved in wholesale trade is called wholesaler. അല്ലെ, buying വാങ്ങുകയും selling വിൽക്കുകയും എന്തിലെ, relatively larger quantities, ഒരു വലിയ ക്വാണ്ടിറ്റീസിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിനാണ് നമ്മൾ എന്താ പറയാ, ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയാം. ഇത് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഹോൾസെയിലർ എന്ന് വിളിക്കും. റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this refers to buying and selling relatively in smaller quantities. ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റീസ് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്താ പറയാ, റീറ്റെയിൽ ട്രേഡ് എന്ന് പറയാം. ഓക്കെ, എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ റീറ്റെയിൽ ട്രേഡ് ഈസ് കോൾഡ് റീറ്റെയിലർ. അല്ലെ, റീറ്റെയിൽ ട്രേഡിൽ എൻഗേജ് ചെയ്തിട്ടുള്ള പേഴ്സൺ നമ്മൾ എന്താ പറയും, റീറ്റെയിലർ എന്ന് പറയും. ഓക്കെ, ഇനി മേജർ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാഫ് നിങ്ങൾ നോക്കുക. അതായത് മാനുഫാക്ചറർ, ഹോൾസെയിലർ, റീറ്റെയിലർ, കൺസ്യൂമർ. അതായത് ഇതൊരു മാനുഫാക്ചർ ആണെന്ന് വിചാരിക്കാം, ഇതൊരു കൺസ്യൂമർ ആണെന്ന് വിചാരിക്കാം. ഈ മാനുഫാക്ചറുടെ അടുത്ത് നിൽക്കുന്ന ആളാണ് ഹോൾസെയിലർ ആണ്, റൈറ്റ്. അപ്പം ഈ കൺസ്യൂമർ അടുത്ത് നിൽക്കുന്ന ആളാണ് റീറ്റെയിലർ. സോ ഈ രണ്ടാളുകൾ എന്ത് ചെയ്യും, ഈ പേഴ്സൺ എന്നുള്ള ഒരു പ്രയാസം പറഞ്ഞില്ലേ, അതായത് ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട്, അതിന്റെ ഇടയിൽ ആളുകൾ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രേഡിൽ ഉണ്ടാകുന്ന വിഷയം ഉണ്ടല്ലോ. കാരണം ഇവിടെ ഉണ്ടാക്കിയ സാധനം ഇവിടേക്ക് എത്തിക്കാനും വേണ്ടി നമുക്ക് ആളുകൾ ആവശ്യമാണ്. സോ അതിന്റെ ആ ഒരു ആളുകൾ ആവശ്യം നമുക്ക് എങ്ങനെ മറികടക്കാം, ഒരു ഹോൾസെയിലറും റീറ്റെയിലറും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഇവിടെ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് കൺസ്യൂമറിലേക്ക് എത്തിക്കാം, റൈറ്റ്. സോ അതാണ് ഇവിടെ, സോ അതാണ് ഇതിന്റെ ഒരു എക്സാക്ട് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി ലൈനിന് പുറമെ നടക്കുന്ന ട്രേഡ് നമ്മൾ എന്ത് പറയാം, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയാം. ഓക്കെ, ദിസ് ഈസ് ഓൾസോ കോൾഡ് ഫോറിൻ ട്രേഡ് ഓർ ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, ഇത് നമ്മളൊരു ഫോറിൻ ട്രേഡ് എന്നും അതുപോലത്തെ ഒരു ഇന്റർനാഷണൽ ട്രേഡ് എന്നും നമുക്ക് ഇതിനെ അറിയപ്പെടും. Okay, when the trade takes place across the boundaries of a country, you can call such trade as external trade. അല്ലെ, ഒരു ബൗണ്ടറി, ഒരു across boundaries of a country നമ്മൾ ഒരു സാധനം, ഒരു ട്രേഡ് നടത്തുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയാം, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയാം. Okay, in other words, external trade refers to the trade between nations. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് എക്സ്റ്റേണൽ ട്രേഡ് എന്ന് കൂടി നമുക്ക് എന്ത് പറയാൻ പറ്റും. ഓക്കെ, this could be in the form of exchange of one commodity for another or for money. അല്ലെ, ഒരു രാജ്യം, ഇന്ത്യ എന്നുള്ള രാജ്യം പിന്നെ സൗദി അറേബ്യ എന്നുള്ള രാജ്യത്തിലേക്ക് ഒരു സാധനം കൊടുത്തിട്ട് അവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുക, ഒരു പണ്ടത്തെ ബാർട്ടർ സിസ്റ്റം ഉണ്ടല്ലേ, ഒരു സാധനം അങ്ങോട്ട് തരും, ഒരു സാധനം ഇങ്ങോട്ട് തരും, അങ്ങനെയും ആവാം. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു സാധനം കൊടുത്ത് പണം ഇങ്ങോട്ട് വാങ്ങുന്ന സിസ്റ്റത്തിലും ആവാം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫോറിൻ ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാം, 3 കാറ്റഗറീസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇമ്പോർട്ട് ട്രേഡ് ഉണ്ട്, എക്സ്പോർട്ട് ട്രേഡ് ഉണ്ട്, അതുപോലെ റീ എക്സ്പോർട്ട് ട്രേഡ് ഉണ്ട്. ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യ സൗദി അറേബ്യ ഒരു സാധനം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇമ്പോർട്ട്, ഇവിടുന്ന് ഒരു സാധനം സൗദിയിലേക്ക് അയക്കുമ്പോൾ അത് എക്സ്പോർട്ട്. ഓക്കെ, ഇനി സൗദി എന്നൊരു സാധനം, ഇന്ത്യ എന്നൊരു സാധനം സൗദിയിലേക്ക് അയക്കണം, പക്ഷെ ഇന്ത്യ ആദ്യം എന്ത് ചെയ്യും, അത്
UAE-ലേക്ക് അയക്കും, അവിടുന്ന് എന്ത് ചെയ്യും, അത് സൗദിയിലേക്ക് അയക്കും. അതാണ് നമ്മൾ റീ എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയാം. ഓക്കെ. സോ ഇനി വരുന്നത് ഇത് നമ്മുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ 2022 ഫിനാൻഷ്യൽ ഇയറിലുള്ള നമ്മുടെ രാജ്യം ഏതൊക്കെ സാധനമാണ് കൂടുതൽ നമ്മളെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു ഗ്രാഫാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാണ്. സോ ഏറ്റവും കൂടുതൽ എന്താണ്, പെട്രോളിയം ക്രൂഡ് ആണ്, പിന്നെ സെക്കൻഡ് വരുന്നത് ഗോൾഡ് ആണ്, പിന്നെ പെട്രോളിയം പ്രൊഡക്ട്സ് ആണ്, പിന്നെ കോക്ക് ആൻഡ് ബ്രിക്വറ്റ്സ് ആണ്, അങ്ങനെയൊക്കെ പോകും. ഓക്കെ. പിന്നെ വരുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഏതിലൊക്കെയാണ്. ഓക്കെ. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്, പിന്നെ വരുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ്, പിന്നെ ചൈന ഉണ്ട്, പിന്നെ ബംഗ്ലാദേശ് ഉണ്ട്, നെതർലാൻഡ്സ് ഉണ്ട്, സിംഗപ്പൂർ ഉണ്ട്, ഹോങ്കോങ് ഉണ്ട്, UK ഉണ്ട്, ബെൽജിയം, ജർമ്മനി, അങ്ങനെ ലിസ്റ്റ് അങ്ങനെ പോകും. ഓക്കെ. ജസ്റ്റ് അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു പോകാൻ കരുതിയിട്ടാണ്. ഓക്കെ. ഇനി എന്താണ് എയ്ഡ്സ് ടു ട്രേഡ്? അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ തന്നെ, ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് ഒരു കൺസ്യൂമർ ലെവൽ ഒരു പോയിന്റ് ഉണ്ടാവും, അതിന്റെ ഇടയിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും അല്ലെ, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ നമുക്ക് പ്ലേസ്, അതുപോലെ തന്നെ ടൈം, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. സോ ഇതിനൊക്കെ മറികടക്കാനും വേണ്ടി നമുക്കൊരു എയ്ഡ് ആയിട്ട് ട്രേഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ മറികടക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട് ബിസിനസ്സിൽ, കൊമേഴ്സിൽ. ഓക്കെ. സോ എന്താണ് ആക്ടിവിറ്റീസ് വിച്ച് ഫെസിലിറ്റേറ്റ് ദ ട്രേഡ് ആർ കോൾഡ് എയ്ഡ്സ് ടു ട്രേഡ്. അതായത് ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫ്ലോ, ഇവിടത്തേക്കുള്ള ഒരു ഫ്ലോനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് പറയാം, എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയാം. Okay, thus all human activities which eliminate the hindrance and facilitate the flow of goods from producer to consumer comes under the aids to trade, right? അതായത് ഈ ഒരു ഹിൻഡ്രൻസ് മറികടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഈ aids to trade എന്നുള്ള അതിന്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറി അണ്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. they are also called auxiliaries to trade. ഇതിനൊക്കെ നമ്മൾ auxiliaries to trade എന്നുള്ള പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. Okay, so transportation, ഇതാണ് വളരെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ആലോചിച്ച് നമ്മളൊരു ഇവിടെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ ഒരു സാധനം കൺസ്യൂം ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട്. ഇത് രണ്ടോളം തമ്മിൽ എന്താണ്, ചിലപ്പോൾ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഗ്യാപ്പ് ഉണ്ടാവും, റൈറ്റ്? ഒരു 10,000 കിലോമീറ്റർ വ്യത്യാസമൊക്കെ ഇവർ തമ്മിൽ ഉണ്ടാവും, ഇവിടെ ഉണ്ടാക്കിയ ആളും അത് വാങ്ങാൻ സാധ്യതയുള്ള ആളുകൾ. സോ ഈ പ്രശ്നം നമ്മൾ എങ്ങനെ മറികടക്കുക, ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എങ്ങനെ മറികടക്കുക? ഡെഫിനറ്റ്ലി ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ലോറി വഴി റോഡ് വഴി, റെയിൽ വഴി, അതുപോലെ തന്നെ സീവേസ് വഴി, അങ്ങനെ പല മേഖലയിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡ്യൂസറിൽ നിന്ന് സാധനം നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂമറിലേക്ക് നമ്മൾ എത്തിക്കും. ഓക്കെ. സോ അതാണ് ഇവിടെ പറയുന്നത്, ഓൾ ദി ഗുഡ്സ് ആർ നോട്ട് കൺസ്യൂംഡ് അറ്റ് ദി സെയിം പ്ലേസ് വെർ ദേ പ്രൊഡ്യൂസ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്ത് തന്നെ എല്ലാ സാധനം കൺസ്യൂം ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അതിനെ കൺസ്യൂം ചെയ്യേണ്ട ആൾ വളരെ ദൂരത്തുള്ള എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ആളുകളായിരിക്കും. So therefore goods are to be moved from the place of production to the place where they are demanded. അല്ലെ, ആ പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഈ ഡിമാൻഡ് ചെയ്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, സാധനങ്ങൾ മൂവ് ചെയ്യണം, റൈറ്റ്? The activity which is concerned with such movement of goods is called transportation. ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ഓഫ് ഗുഡ്സിനെ നമ്മൾ എന്ത് പറയാം, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. Okay, so thus transportation eliminates the hindrance of places and creates place utility to goods. Okay, so ആ ഒരു ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്നുള്ള ഒരു വിഷയം എന്ത് ചെയ്യും, അത് മറികടന്നിട്ട് ആ ഒരു പ്ലേസ് യൂട്ടിലിറ്റി എന്ത് ചെയ്യും, അത് മറികടക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എന്താണ്, വെയർ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ അത് കൺസ്യൂം ചെയ്യാൻ ആളുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്ത പാടെ ഈ സാധനം കൺസ്യൂം ചെയ്യും ഇല്ല, ചിലപ്പോൾ അത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കുറച്ചു കാലം എന്ത് ചെയ്യേണ്ടി വരും, അത് എവിടെയെങ്കിലും സൂക്ഷിക്കേണ്ടി വരും അല്ലെ. സോ ആ ഒരു സമയം, അതായത് നമ്മൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് ആ കൺസ്യൂം ചെയ്യുന്നതിന്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ ആ പ്രൊഡക്റ്റ് എവിടെയും നമ്മൾ കീപ്പ് ചെയ്തിടും. അപ്പൊ അവിടെ ഒരു ഇഷ്യൂ എന്താണ്, ഹിൻഡ്രൻസ് ഓഫ് എന്താണ്, ടൈം ആണ് അല്ലെ. ആ ഹിൻഡ്രൻസ് ഓഫ് ടൈം മറികടക്കാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, നമ്മൾ വെയർ ഹൗസിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഗുഡ്സ് മേ നോട്ട് ബി കൺസ്യൂംഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ അല്ലെ, ഒരു പ്രൊഡക്ഷൻ നടന്നതിന് ശേഷം തന്നെ ആ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യണമെന്നില്ല. ഓക്കെ, നോർമലി ദർ വിൽ ബി എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസംപ്ഷൻ. ആ പ്രൊഡക്ഷനും അതിന്റെ കൺസംപ്ഷനും ഇടയിൽ ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പ് ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ദിസ് ഈസ് ഹിൻഡ്രൻസ് ഓഫ് ടൈം. ഓക്കെ, therefore goods once produced should be preserved properly till they are consumed. അത് കൺസ്യൂം ചെയ്യുന്ന സമയം മുതൽ, അത് പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം അത് കൺസ്യൂം ചെയ്യുന്നത് വരെയുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, അത് മറികടക്കാൻ വേണ്ടി നമ്മൾ ഈ സാധനം എവിടെയെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, പ്രിസർവ് ചെയ്യേണ്ടി വരും. ഓക്കെ, പെർട്ടിക്കുലർലി പെരിഷബിൾ ഗുഡ്സ് ലൈക്ക് മിൽക്ക്, പാല്, മീറ്റ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കെയർഫുൾ ആയിട്ട് നമ്മൾ ഇതൊക്കെ പ്രിസർവ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് മേജർ ആയിട്ടുള്ള ഈ മെഡിസിൻസ് ഒക്കെ, ചില മരുന്നുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അത് പ്രിസർവ് ചെയ്യേണ്ടി വരും. അതർവൈസ് ദേ ഗോട്ട് സ്പോയിൽഡ് ആൻഡ് ബിക്കം യൂസ്ലെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ പ്രിസർവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും അതൊക്കെ സ്പോയിൽഡ് ആയിട്ട് എന്തെങ്കിലും അതൊക്കെ യൂസ്ലെസ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ ദിസ് റീസൺ വെയർ ഹൗസിംഗ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് യെറ്റ് അനദർ എയ്ഡ്സ് ടു ട്രേഡ്.
അതുകൊണ്ട് തന്നെ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു another aids to trade എന്നാണ് പറയുന്നത്. ഓക്കെ, so warehousing refers to the preservation of goods to make them available as when needed by consumers. Okay, so warehousing refers to the preservation of goods. Goods preserve ചെയ്യാം and make them available when they needed. Okay, എന്നിട്ട് അത് അവൈലബിൾ ആക്കുക, എപ്പോഴാണ് ആവശ്യമുള്ള സമയത്ത് അത് അവൈലബിൾ ആക്കുക എന്നാണ് വെയർഹൗസിംഗിന്റെ റോൾ എന്ന് പറയുന്നത്. Okay, thus warehousing eliminates the hindrance of time and provides time utility to goods. അങ്ങനെ വെയർഹൗസിംഗ് എന്ന് പറയുന്നത് ഒരു ഹിൻഡ്രൻസ് ഓഫ് ടൈം ഉണ്ടല്ലോ, അത് മറികടക്കാൻ വേണ്ടി സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് ഇൻഷുറൻസ്. റൈറ്റ്, അതായത് നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ ഒരു പ്രൊഡക്ഷൻ നടന്നു, അതിന്റെ കൺസ്യൂമർ ഉണ്ട്, ഈ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിന്റെ ഇടയിൽ ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും അല്ലെ. ഈ യാത്ര മധ്യം ഉണ്ടാകുന്ന റിസ്ക് ഉണ്ടാവാം, ഇത് വെയർഹൗസിൽ നിന്ന് കട്ടുപോകാനുള്ള റിസ്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ ആ സാധനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാനുള്ള റിസ്ക് ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള റിസ്ക് നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞ് അതിന് കൺസ്യൂമറിൽ എത്തിക്കുന്ന ഒരു പോയിന്റിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആ സമയത്താണ് നമ്മുടെ ഇവിടെ ഇൻഷുറൻസിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, അതായത് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, the goods may be destroyed while in production process or in transit due to accidents or in storage due to fire or theft etc. അല്ലെ, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിലോ അല്ലെങ്കിൽ അതിനൊരു ട്രാൻസിറ്റ് പ്രോസസ്സിലോ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കാനാണ്, അല്ലെങ്കിൽ അത് ഫയർ, അത് കത്തി പോകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കളവ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ദ ബിസിനസ് മാൻ വുഡ് ലൈക്ക് ടു കവർ ദീസ് റിസ്ക്. ഒരു ബിസിനസ് മാൻ എന്നുള്ള ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, ഈ റിസ്കുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ആ സമയത്ത് കവർ ചെയ്യേണ്ടി വരും. സോ ഇൻഷുറൻസ് കമ്പനീസ് കം ടു ദിയർ റെസ്ക്യൂ ഇൻ ദിസ് റിഗാർഡ്. ആ സമയത്താണ് നമ്മൾ ഇൻഷുറൻസ് കമ്പനീസിന്റെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, they undertake to compensate the loss suffered due to such risk. ഇൻഷുറൻസ് കമ്പനീസ് എന്ത് ചെയ്യും, ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്ത് ചെയ്യും, കമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് തയ്യാറായിരിക്കും. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫോർ ദിസ് പർപ്പസ് ദ ബിസിനസ് ഹാസ് ടു ടേക്ക് ആൻ ഇൻഷുറൻസ് പോളിസി ആൻഡ് പേ സർട്ടൻ എമൗണ്ട് റെഗുലർലി. അതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് എന്ത് ചെയ്യണം, ഒരു റെഗുലർലി നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ഇൻഷുറൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ അടച്ചുകൊണ്ട് നിൽക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ ഒരു റിസ്ക് ഉണ്ടാകണം, ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മറികടക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, thus ഇൻഷുറൻസ് എലിമിനേറ്റ്സ് ദി ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. അങ്ങനെ ഇൻഷുറൻസ് എന്നുള്ളത് ഒരു ഹിൻഡ്രൻസ് ഓഫ് റിസ്കിനെ മറികടക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അഡ്വർടൈസിങ്. അതായത് ഒരു 10,000 കിലോമീറ്ററുകൾക്ക് അപ്പുറം ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, ഇങ്ങ് 10,000 കിലോമീറ്റർക്ക് ഇപ്പുറം ഒരു സാധനം കൺസ്യൂമർ ആളുണ്ടാവും. അപ്പൊ ഈ പുള്ളിക്കാരൻ ഉണ്ടാക്കിയ സാധനങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു നോളജ് ഉണ്ടാവണ്ടേ. ഇന്ന സ്ഥലത്ത് ഇന്ന പ്രൊഡക്റ്റ്, ഇന്നൊരു സാധനം ഉണ്ട്, അത് വാങ്ങിച്ചാലോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ ഒരു നോളജ് ഉണ്ടല്ലോ, ആ സാധനത്തെ പറ്റി ഒരു അറിവ്, അല്ല അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അവരുടെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു അറിവുണ്ട്. അതാണ് ഹിൻഡ്രൻസ് ഓഫ് നോളജ്. അത് മറികടക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്വർടൈസിങ് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, so exchange of goods is possible only when the consumer have the knowledge about the existence of a product. Okay, അതായത് ഒരു പ്രൊഡക്റ്റ്, ഒരു ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾക്കാർ അത് തേടി വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു സാധനം ഈ ഭൂലോകത്ത് ഉണ്ട് എന്ന് ആ കൺസ്യൂമർക്ക് ഒരു നോളജ് ഉണ്ടാവണം. റൈറ്റ്, ദിസ് ഈസ് ദി ഹിൻഡ്രൻസ് ഓഫ് നോളജ്. ഇതാണ് എന്ത്, ആ ഒരു നോളജിലേക്കുള്ള ഒരു ഹിൻഡ്രൻസ് എന്ന് പറയുന്നത്. ദിസ് ഹിൻഡ്രൻസ് ഈസ് എലിമിനേറ്റഡ് ത്രൂ അഡ്വർടൈസിങ്. ഇങ്ങനെയുള്ള ഒരു ഹിൻഡ്രൻസ് ഓഫ് നോളജ് നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യും, നമ്മൾ പരസ്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. Okay, through advertisement, producer communicates all information about their goods to the prospective consumer and create them a strong desire to buy the product. അതായത് അഡ്വർടൈസ്മെന്റ് ത്രൂ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡ്യൂസറെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരുപാട് കാര്യങ്ങളെ പറ്റി എന്ത് ചെയ്യും, ഈ കൺസ്യൂമറിലേക്ക് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന്റെ ക്വാളിറ്റിയും അതിന്റെ A to Z കാര്യങ്ങൾ എന്ത് ചെയ്യും, അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരിലൊരു ഡിസയർ ഉണ്ടാക്കും, ഒരു ഡിസയർ ക്രിയേറ്റ് ചെയ്യും. അത് വാങ്ങിക്കാനുള്ള ഒരു ത്വര അവരിൽ എന്ത് ചെയ്യും, ആ ഒരു പരസ്യം ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. Okay, thus advertising facilitates the flow of goods between producer and consumer by bringing the knowledge about the product to the consumer. ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടി അഡ്വർടൈസ്മെന്റ് ചെയ്യും, അഡ്വർടൈസ്മെന്റ് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അഡ്വർടൈസിംഗ് ഈസ് ഡൺ ത്രൂ TV, റേഡിയോ, ന്യൂസ് പേപ്പർ, മാഗസിൻസ്, ഹോർഡിംഗ്സ്, വാൾ പോസ്റ്റർ എക്സെട്ര. ഓക്കെ, TV വഴി, റേഡിയോ വഴി, മാഗസിൻസ് വഴി, ന്യൂസ് പേപ്പർ വഴി, ഹോർഡിംഗ്സ് വഴി, വാൾ പോസ്റ്റർ വഴി, അങ്ങനെ ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെന്റ് നടത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ബാങ്കിങ്.
ഓക്കെ. ഇനി ഒന്നുകൂടി ഒരു എക്സാമ്പിൾ ലാസ്റ്റ് ആട്ടോ, ഇനി ചീത്ത പറയുന്നത്, ഇവിടെ ഒരു പ്രൊഡ്യൂസർ, ഇവിടെ ഒരു കൺസ്യൂമർ, ഇതിന്റെ ഇടയിൽ ഈ ഒരു ഫ്ലോ നടക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഒരുപാട് പണം ആവശ്യമുണ്ടാവും അല്ലെ? ഇത്രയും ട്രാൻസ്പോർട്ടേഷനും വെയർ ഹൗസിങ്ങും അഡ്വർടൈസിങ്ങും അങ്ങനെ ഇൻഷുറൻസും ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? പ്രാക്ടിക്കലി കുറച്ച് പണം ആവശ്യമുണ്ടാവും, റൈറ്റ്? സോ ഈ ഒരു പണം എങ്ങനെ നമ്മൾ കണ്ടെത്തുക? നമുക്ക് അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ബാങ്ക് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്പെൻഡന്റ് ആണ്, right? So banking facilitate the flow of goods by removing the hindrance of finance, അല്ലെ? ഫൈനാൻസ് എന്നുള്ള ഹിൻഡ്രൻസിനെ മറികടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രെഡിറ്റ് എന്നുള്ള ഹിൻഡ്രൻസിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബാങ്കിനെ യൂസ് ചെയ്യും. Nowadays we cannot think of business without banks, അല്ലെ? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ ബാങ്ക് എന്നുള്ളതിന് ഒഴിവാക്കി നമുക്ക് ഒരു ബിസിനസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്ന് ചിത്രീകരിക്കാൻ വരെ സാധിക്കില്ല, റൈറ്റ്? ടു സ്റ്റാർട്ട് ദ ബിസിനസ് ഓർ ടു റൺ ഇറ്റ് സ്മൂത്ത്ലി വി റിക്വയർ മണി, റൈറ്റ്? അതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അത് സ്മൂത്ത്ലി റൺ ചെയ്യാനും വേണ്ടി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനം എന്താണ്? വി റിക്വയർ മണി. സോ ബാങ്ക് സപ്ലൈ മണി. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? ബാങ്ക് ആണ് നമുക്ക് എന്ത് ചെയ്യാം? മണി സപ്ലൈ ചെയ്യും. നമുക്ക് ആവശ്യത്തിലുള്ള സമയത്ത് അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബാങ്ക് എന്ത് ചെയ്യും? നമുക്ക് മണി സപ്ലൈ ചെയ്യും. എ ബാങ്ക് ഈസ് an organization which accepts deposits of money from the public, withdrawal on demand or otherwise, and lend the same to those who need it. അതായത് ബാങ്ക് എന്ത് ചെയ്യും? പബ്ലിക്കിന്റെ അടുത്ത് പണം എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അത് ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? ഇതുപോലുള്ള ബിസിനസ് ഓർഗനൈസേഷനും അങ്ങനെ പണം ആവശ്യമുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യും? അത് ലൈക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. ബാങ്ക് ഓൾസോ പ്രൊവൈഡ് മെനി സർവീസസ് റിക്വയർഡ് ഫോർ ദി ബിസിനസ് ആക്ടിവിറ്റി. ബാങ്ക് ഇത് മാത്രമല്ല, ബിസിനസിന് ആവശ്യമുള്ള ഒരുപാട് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരുപാട് സർവീസസ് എന്ത് ചെയ്യും? ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ അതാണ് ബാങ്കിങ്ങിൽ വരുന്നത്. എയ്ഡ് നോക്കാം. ഓക്കെ. എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ അല്ലെ? അതായത് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. വെയർ ഹൗസിംഗ് എന്താണ്? ഹിൻഡ്രൻസ് ഓഫ് ടൈം അല്ലെ? പിന്നെ അതുപോലെ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ ഹിൻഡ്രൻസ് ഓഫ് നോളജ്. ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഹിൻഡ്രൻസ് ഓഫ് ഫൈനാൻസ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ. ഇനി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബിസിനസ് ആക്ടിവിറ്റി ബിക്കംസ് എ റിയാലിറ്റി ഓൺലി വെൻ എഫേർട്സ് ആർ മെയ്ഡ് ടു ബ്രിങ് ദി റിക്വയർഡ് റിസോഴ്സസ് ടുഗദർ, പുട്ട് ദം അറ്റ് വർക്ക് സിസ്റ്റമാറ്റിക്കലി ആൻഡ് കോർഡിനേറ്റ് ദെയർ ആക്ടിവിറ്റീസ് പ്രോപ്പർലി. ഒന്നുമില്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണ്. അവർക്കൊക്കെ എന്തുണ്ടാവും? ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഓക്കെ. സോ എന്താണ്? ബിസിനസ് ഒരു ഓർഗനൈസേഷൻ ബിസിനസ് ആക്ടിവിറ്റി ബിക്കംസ് എ റിയാലിറ്റി ഓൺലി വെൻ എഫേർട്സ് ആർ മെയ്ഡ് ടു ബ്രിങ് ദി റിക്വയർഡ് റിസോഴ്സ് ടുഗദർ. ഒരു ബിസിനസ്സിന് ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമുണ്ടാവും അല്ലെ? ഇപ്പം പിന്നെ മേജർ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് വേണ്ട റിസോഴ്സ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതുപോലുള്ള എല്ലാ റിസോഴ്സും, ലാൻഡ് അല്ലെങ്കിൽ നമുക്ക് ലേബറും അതുപോലെ തന്നെ നമുക്ക് റോ മെറ്റീരിയൽസ്, ജോലിക്കാർ, അല്ലെങ്കിൽ ഒരു സാധനം ഇപ്പം ഒരു ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ കോട്ടൺ അല്ലെ? അങ്ങനെ ബൾക്ക് ഓഫ് കോട്ടൺ, ടൺസ് ഓഫ് കോട്ടൺസ് വേണ്ടി വരും. അതിന് മെഷീൻസ് വേണ്ടി വരും. അത് ഉണ്ടാക്കാൻ വേണ്ടി ലേബേഴ്സ് വേണ്ടി വരും. ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ റിസോഴ്സിനൊക്കെ എന്ത് ചെയ്യും? ഒരു ടുഗദർ ആയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുവരും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ സിസ്റ്റമാറ്റിക്കലി ഒരു വർക്ക് നടത്തിച്ചിട്ട് അവരുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ ഒരു ഒബ്ജക്റ്റീവ്, കോമൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കും. സോ ആ ഒരു ആക്ടിവിറ്റി ഇൻവോൾവ് ആകുന്ന ആ ഒരു ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് പറയാം? ഓർഗനൈസേഷൻ എന്ന് പറയാം. ദിസ് ഈസ് റെഫർഡ് ടു ആസ് ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ. സോറി. So as business organization means bringing together various components of business such as workforce, raw materials, machines, capital, energy, etc. Okay. So business organization എന്ന് പറയുമ്പോൾ ഈ വർക്ക് ഫോഴ്സ്, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ മെഷീൻസ്, ക്യാപിറ്റൽ, എനർജി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യും? പുട്ടിംഗ് ദം ഓൺ വർക്ക് സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യും. ആൻഡ് കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദർ ആക്ടിവിറ്റീസ്. അതുപോലെ അവരുടെ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും? കോർഡിനേറ്റ് ചെയ്യും, അവരെ കൺട്രോൾ ചെയ്യും. ആൻഡ് എഫിഷ്യന്റ്ലി ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒബ്ജക്റ്റീവോട് കൂടിയാണ് ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുക? അവർ ചെയ്യും. ഓക്കെ. സോ ഈ ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് വി ക്യാൻ ക്ലാസിഫൈ ബിസിനസ്. ഈ ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഓണർഷിപ്പിന്റെ ബേസിസിൽ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 4 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്, ഈ വൺ മാൻ ഷോ. ഇപ്പൊ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്, അതിന്റെ പ്രോഫിറ്റ് ലോസ് ഒക്കെ ഞാൻ തന്നെ സാക്രിഫൈസ് ചെയ്യാമെന്ന് അതിനെ നമ്മൾ എന്ത് പറയാം? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ, രണ്ടിലധികമോ ആളുകൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് ലോസ് ഒക്കെ അവർ തന്നെ സാക്രിഫൈസ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് പറയാം? പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ. അവിടെ ഷെയർ ഹോൾഡേഴ്സും അതിന്റെ സ്ട്രക്ചർ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ പറ്റി പഠിക്കും. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ വെൽഫെയർ ഓഫ് ദി ബോർഡ് മെമ്പേഴ്സ് അല്ലെ? അതിലുള്ള മെമ്പേഴ്സിന്റെ വെൽഫെയറിന് ഫോക്കസ് ചെയ്തിട്ട് നടത്തുന്ന ഓർഗനൈസേഷനെ നമ്മൾ എന്ത് പറയാം? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം.
ഓക്കെ, സോ ഇതാണ് ഇനി ഈ പറഞ്ഞ മേജർ ഭാഗങ്ങളെ പറ്റി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു.